Hi students, welcome to our class. Myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. In this module, we are discussing about one of the important feature of operating system, one of the important functions of operating system, that is file management. OSന് ഒത്തിരിയധികം ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഫയൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം മറ്റ് ഫങ്ഷൻസുകൾ, മറ്റ് സർവീസസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഡിവൈസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള സർവീസുകളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഫയൽ മാനേജ്മെൻറ്റ്. ഏത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു സൈക്കിളുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഓർഡറുണ്ട് എക്സിക്യൂഷൻ. എങ്ങനെയാണ്? ടേക്സ് ഇൻപുട്ട്, അക്സെപ്റ്റ് ഇൻപുട്ട്സ്, പ്രോസസ്സിങ് ദി ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്, അല്ലേ? അപ്പം ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ എല്ലാം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബൈ മീൻസ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആ ഡേറ്റ എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ഫയൽസാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ ഫയൽസ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഫയൽസിൽ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫയൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ ലൈബ്രറിയിൽ തൗസൻഡ്സ് ഓഫ് ബുക്സ് ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് ഒരു ബുക്ക് നമ്മളത് കറക്റ്റ് ഓർഡറിലല്ല അത് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ബുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? പക്ഷെ നമ്മളതിനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് ലൈബ്രറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ബുക്കിനെ സെർച്ച് ചെയ്ത് നമുക്ക് ഈ ലൊക്കേഷനാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ. നമുക്ക് മെമ്മറി ഉണ്ട്. മെമ്മറിയിൽ നമ്മൾ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നു. ഫയൽസ് എന്ന് പറയുന്നത് ഇമേജസ് ആവാം, ടെക്സ്റ്റ് ആകാം, എക്സിക്യൂട്ടബിൾ ഫയൽസ് ആകാം, എന്ത് തന്നെ ഫയൽസ് ആയാലും ഇതിനെ സ്റ്റോർ ചെയ്ത് കറക്റ്റായിട്ട് നമുക്കതിനെ റിട്രീവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് OS ഇതിനെ മാനേജ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എന്നതാണ് ഈ പോർഷനിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻവോൾവ്സ് ജനറേഷൻ ആൻഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ. നമുക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക, ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുക, ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുക, ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ ബൈ മീൻസ് ഓഫ് ഫയൽസ് ആയിരിക്കും. ഔട്ട്പുട്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഫയൽസ് തന്നെ ആയിരിക്കും. ഹെൻസ് എ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നീഡ് സ്പെഷ്യൽ സർവീസസ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഫയൽസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് OSൻ്റെ സ്പെഷ്യൽ സർവീസസുകൾ നമുക്ക് വേണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് OS അത് ഹാൻഡിൽ ചെയ്തതെന്നാണ് നമ്മൾ ഇനി വേറെ സെക്ഷൻസിൽ പഠിക്കുന്നത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫയൽസ്. ദ ഫോളോയിങ് ആർ ദ കോമൺലി ഡിസ്കസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഫയൽസ്. ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ടേംസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫീൽഡ്, ദ ബേസിക് എലമെൻറ്റ് ഓഫ് ഡേറ്റയുടെ ബേസിക് എലമെൻ്റായിട്ട് നമുക്ക് ഫീൽഡ് പറയാൻ പറ്റും. ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഡേറ്റ ടൈപ്പ് ക്യാരക്ടറൈസ് ഇറ്റ്സ്. ആ ഡേറ്റയുടെ ലെങ്തും അതിൻ്റെ ഡേറ്റ ടൈപ്പും, അത് ഇൻറ്റിജർ ആണോ, സ്ട്രിങ് ആണോ, ക്യാരക്ടേഴ്സ് ആണോ, അങ്ങനെ ഡേറ്റ ടൈപ്പാണോ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഫിക്സഡ് ഓർ വേരിയബിൾ ലെങ്ത്. ഫിക്സഡ് ലെങ്ത് ആവാം ഓർ വേരിയബിൾ ലെങ്ത് ആയിരിക്കാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ടേം ഇസ് റെക്കോർഡ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്. ഒന്നിലധികം ഫീൽഡുകളെ കളക്ഷനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസൈൻ, റെക്കോർഡ്സ് മേ ബി ഓഫ് ഫിക്സഡ് ഓർ വേരിയബിൾ ലെങ്ത്. സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ, ദ റെക്കോർഡ്സ് ആർ ഓഫ് ഫിക്സഡ് ലെങ്ത്, വേഴ്സ് ഇൻ ലൈൻ സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ ദ റെക്കോർഡ്സ് ആർ ഓഫ് വേരിയബിൾ ലെങ്ത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ DBMS ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഫയൽ, ദ കളക്ഷൻ ഓഫ് സിമിലർ റെക്കോർഡ്സ് ആൻഡ് ഇസ് റെഫറൻസ്ഡ് ബൈ നെയിം. ഒരേപോലുള്ള ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ് ആണെന്ത്? ഫയൽ. ഇനി ഈ ഓരോ ഫയൽസിനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നെയിമുണ്ട്. ദേ ഹാവ് യൂണീക്ക് ഫയൽ നെയിം. ഒരു യൂണീക്ക് ഫയൽ നെയിംസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഡേറ്റാബേസ്, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റയെ നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റാബേസ്. എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എ ഡേറ്റാബേസ് ദാറ്റ് എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് എലമെൻറ്റ്സ് ഓഫ് ദ ഡേറ്റ. ഇനി ഡേറ്റാബേസിന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഡേറ്റയ്ക്ക് ബിറ്റ്വീൻ ദ ഡേറ്റ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ. ഓക്കെ, അപ്പം ഈ സെക്ഷനിൽ നമ്മൾ 2-3 കോമൺ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് കോമൺ ടേംസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഫീൽഡ്? ഓക്കെ, ഇറ്റ്സ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്താണ് റെക്കോർഡ്സ്? ദെൻ എന്താണ് ഫയൽ? എന്താണ് ഡേറ്റാബേസ്? അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ടേംസുകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡിന് പറയുന്ന പേരാണ് റെക്കോർഡ്സ്. കളക്ഷൻ ഓഫ് സിമിലർ റെക്കോർഡ് റെഫറൻസ്ഡ് ബൈ യൂണീക്ക് നെയിമിന് പറയുന്ന പേരാണ് ഫയൽ. Okay, database, related data, organized data. How files are managed by the operating system. How they are structured, named, accessed, used, protected, implemented are the major issues in operating system design. Operating system ഡിസൈൻ്റെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് എങ്ങനെയാണ് ഫയൽസ് നമ്മൾ മാനേജ് ചെയ്യുന്നത്.
എങ്ങനെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, നെയിം ചെയ്തിരിക്കുന്നത്, ആക്സസ് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് ഡിസൈനിനകത്ത് വരുന്ന വലിയ വെല്ലുവിളികളാണ്. ഓക്കെ, ആസ് എ ഹോൾ ദ പാർട്ട് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീൽസ് വിത്ത് ഫയൽസ് ഇസ് നോൺ ആസ് ഫയൽ സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏത് പാർട്ടാണ് ഈ ഫയൽസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ആ പാർട്സിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഫയൽ സിസ്റ്റം എന്താണെന്ന്. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് ആൻഡ് ബിറ്റ് മാപ്സ് ആർ യൂസ്ഡ് ടു കീപ് ട്രാക്ക് ഓഫ് ഫ്രീ സ്റ്റോറേജ് ആൻഡ് ഹൗ മെനി സെക്ടേഴ്സ് ആർ ദെൻ ദ ലോജിക്കൽ ബ്ലോക്ക് ആർ ഇമ്പോർട്ടൻറ്റ് ടു ദ ഡിസൈനേഴ്സ് ഓഫ് ദി ഫയൽ സിസ്റ്റം. എങ്ങനെയാണ് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്, ഏത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ ഡിസൈനേഴ്സിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫയൽ സിസ്റ്റം കമ്പോണൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഡിവൈസ് ഡ്രൈവേഴ്സ്. Communicates directly with the peripheral devices. Device drivers, through device drivers we can communicate with the peripheral devices like disk, tapes, etc. Responsible for starting the physical input-output operations on the devices. This device drivers is responsible for starting the physical input-output operation on the device, and at the same time it processes the completion of an input-output request. The scheduled access to the device in the order to optimize performance. Performance optimize ചെയ്യുന്ന രീതിയിൽ ഇതിനെ ഷെഡ്യൂൾ ചെയ്തിട്ട് ആക്സസ് ചെയ്യും. ഓക്കെ, ദെൻ ബേസിക് ഫയൽ സിസ്റ്റം യൂസസ് ദ സ്പെസിഫിക് ഡിവൈസ് ഡ്രൈവർ, ഡീൽസ് വിത്ത് ദ ബ്ലോക്സ് ഓഫ് ഡേറ്റ ദാറ്റ് ആർ എക്സ്ചേഞ്ച് വിത്ത് ദ ഫിസിക്കൽ ഡിവൈസസ്. ഇവിടെ ഡേറ്റ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ബ്ലോക്സ് ആയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം മെമ്മറി മാനേജ്മെൻറ്റ് ബ്ലോക്സ് എന്താണ് നമ്മൾ ഡിസ്കസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. കൺസേൺ വിത്ത് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ബ്ലോക്സ് ഓൺ ദ ഡിസ്ക്. എങ്ങനെയാണ് ഫയൽസിനെ പ്ലേസ് ചെയ്യുന്നത്, ഡിസ്കിൻ്റെ അകത്ത് ബ്ലോക്സിൽ എങ്ങനെയാണ് ഫയൽസിനെ പ്ലേസ് ചെയ്യുന്നത്. കൺസേൺ വിത്ത് ബഫറിംഗ് ബ്ലോക്സ് ഇൻ ദ മെയിൻ മെമ്മറിയിൽ എങ്ങനെയാണ്. ദെൻ ലോജിക്കൽ ഫയൽ സിസ്റ്റം, റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് ദി ഇൻ്റർഫേസ് ടു ദി യൂസർ ഇൻക്ലൂഡിംഗ് ഫയൽ ആക്സസ്, ഡയറക്ടറി ഓപ്പറേഷൻ, സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. ഫയൽ ആക്സസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി ഒക്കെ മാനേജ് ചെയ്യുന്നത് ലോജിക്കൽ ഫയൽ സിസ്റ്റമാണ്. ഓക്കെ, ഫയൽ സ്ട്രക്ചർ. ഇറ്റ് ക്യാൻ ബി സ്ട്രക്ചേർഡ് ഇൻ any of the several ways. The three common possibilities are depicted: unstructured sequence of bit, record sequence and tree structure. File structures several ways ഉണ്ട്. Mainly നമ്മൾ 3 different file structures ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, the first one is unstructured sequence of bytes. It provides the maximum flexibility. User program can put anything we want in their files and name them any way that is convenient. നമുക്ക് ഇവിടെ എന്ത് ഡേറ്റ വേണമെങ്കിലും ഇവിടെ റൈറ്റ് ചെയ്യാൻ പറ്റും, എന്ത് നെയിം വേണമെങ്കിലും നമുക്കിവിടെ ഫയൽസിന് കൊടുക്കാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ ഇസ് റെക്കോർഡ് സീക്വൻസ്. ഫയൽസ് എ സീക്വൻസ് ഓഫ് ഫിക്സഡ് ലെങ്ത് റെക്കോർഡ്സ് ഈച്ച് വിത്ത് സം ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഫിക്സഡ് ലെങ്ത് റെക്കോർഡ്സ് ആണ് ഈ റെക്കോർഡ് സീക്വൻസ് സ്ട്രക്ചറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദ സെൻട്രൽ ഐഡിയ ഓഫ് ഫയൽ ബീങ് എ സീക്വൻസ് ഓഫ് റെക്കോർഡ്സ് ഇസ് ദാറ്റ് ദ റീഡ് ഓപ്പറേഷൻ റിട്ടേൺസ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ഓവർ റൈറ്റ്സ് ഓർ അപ്പെൻഡ് വൺ റെക്കോർഡ്. റീഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിട്ടേൺ ചെയ്യുന്നു, റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫയൽസിൻ്റെ അകത്ത് ഓവർ റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റ് ദ എൻഡിൽ നമ്മൾ ഡേറ്റാസിനെ ആഡ് ചെയ്യുകയോ. എൻഡിൽ ഡേറ്റാസിനെ ആഡ് ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് അപ്പെൻഡിങ്. ഓക്കെ, ദെൻ ട്രീ സ്ട്രക്ചേഴ്സ്. ദ ഫയൽ കൺസിസ്റ്റ് ഓഫ് ട്രീ ഓഫ് റെക്കോർഡ്. നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ട്രീ? എ ഫയൽ കൺസിസ്റ്റ് ഓഫ് എ ട്രീ ഓഫ് റെക്കോർഡ്, നോട്ട് നെസസറിലി all the same length. Each contains a key field in the fixed position in the record. Tree is sorted on the key field and allow rapid searching for particular key. ഇവിടെ ഡേറ്റാസിനെ നമ്മൾ ട്രീ സ്ട്രക്ചേഴ്സിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഡേറ്റയുടെ ലെങ്ത് സെയിം അല്ല അല്ലെങ്കിൽ സൈസ് സെയിം അല്ലെങ്കിൽ കൂടി നമുക്ക് ഡേറ്റാസിനകത്ത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെർച്ചിങ് വളരെ റാപ്പിഡായിട്ട് നമുക്ക് നടത്താൻ പറ്റും. കീ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ട്രീ സോർട്ട് ഓൺ കീ ഫീൽഡ് ടു അലൗ റാപ്പിഡ് സെർച്ച് ഫോർ പർട്ടിക്കുലർ കീ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കീസാണ് റാപ്പിഡ് സെർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ കീസാണ് നമ്മൾ ഈ കീ ഫീൽഡാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചു. അൺസ്ട്രക്ചേർഡ് സീക്വൻസ് ഓഫ് ബൈറ്റ്, ദെൻ റെക്കോർഡ് സീക്വൻസ് ആൻഡ് ട്രീ സ്ട്രക്ചർ. ഇവിടെ സൈസിന് പ്രിഫറൻസ് കൊടുക്കുന്നില്ല. റെക്കോർഡ് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്, ട്രീ സ്ട്രക്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇസ് ആക്ടിവിറ്റി സെക്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യുക. നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.